إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي روايته وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെയും നിയമാവലികളെയും കൈവൻപടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമേ എന്ന് ഈ ഖുത്ബയുടെ ആമുഖത്തിൽ എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബീ മാസപ്രകാരം റജബ് മാസത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ഇംഗ്ലീഷ് കലണ്ടർ കണക്ക് പ്രകാരം അടുത്ത വെള്ളിയാഴ്ച മുസ്ലിം സമുദായത്തിൽ റജബ് 27 കൊണ്ടാടുകയാണ്. ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച കാര്യമല്ല. മറിച്ച് അത് പിന്നീട് ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് മുമ്പും മക്കയിൽ പോലും ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ആ റജബിൽ ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിൻ്റെ ഇസ്ലാം പഠിപ്പിച്ച ശ്രേഷ്ഠത എന്താണ്? എന്നാൽ അതിൽ പഠിപ്പിക്കാതെ പിൽക്കാലത്ത് ആളുകൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന, വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന അനാചാരങ്ങളും അബദ്ധങ്ങളും എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യം ഇൻഷാ അല്ലാഹ് ഈ ഖുത്ബയിൽ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റജബ് മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ ഒരു അത്ഭുതകരമായ
കാര്യമാണ്. ഇസ്ലാമിലെ വലിയ ഒരു ദൃഷ്ടാന്തമാണ് ഇസ്രാ വൽ മിഅ്റാജ്. അത് റജബിലാണ് അല്ലെങ്കിൽ റജബ് 27 എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എങ്കിലും അതും പ്രബലമായ ഡേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ റജബിൽ ഇസ്രാ മിഅ്റാജ് നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുവാനുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിലില്ല. എന്നാൽ ഇസ്രാ വൽ മിഅ്റാജ് എന്ന 2 യാത്രകൾ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട് എന്ന കാര്യം ഒരിക്കലും നിഷേധിക്കേണ്ടതില്ല. അത് പ്രമാണത്തിൽ വന്നിട്ടുള്ള കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതിൽ ഒരു ഭാഗമുണ്ട് ഗൈബിൽ വിശ്വസിക്കുക എന്നുള്ളത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം വഹിയിലൂടെ മാത്രം നമുക്ക് ലഭിക്കേണ്ട പല അറിവുകളിൽപ്പെട്ട ഒരു അറിവാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നാവിലൂടെ ആ കാര്യം പറഞ്ഞു തന്നത് എത്ര നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മേഖലയാണെങ്കിലും അത് വിശ്വസിച്ചേ മതിയാകും. ഒരു മാസക്കാലത്തെ വഴിദൂരമുള്ള ഫലസ്തീനിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് പ്രവാചകൻ പോയി വന്നു എന്ന് പറയപ്പെട്ടപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പരിഹസിച്ചു, കളിയാക്കി. റസൂലിൻ്റെ അനുചരന്മാരായ സ്വഹാബത്തിൻ്റെ അടുക്കൽ പോയി അവർ കുശുകുശു പറഞ്ഞ് പല സ്വഹാബികൾ പോലും വസ്വാസിലായിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയും ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിയുമായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചെന്നിട്ട് മക്കത്തെ ഖുറൈശികളും അതുപോലെ തന്നെ ചില മുനാഫിക്കുകളൊക്കെ പറഞ്ഞു, മുഹമ്മദ് മസ്ജിദുൽ ഹറമിൽ നിന്ന് രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി അവിടുന്ന് 7 ആകാശവും കടന്ന് സുബഹിയായപ്പോൾ അതിനോട് എത്തിയിട്ടുണ്ട്, എന്നിട്ട് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെയത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അതുവരെ പേര് അബൂബക്കർ ഇബ്നു അബൂ ഖുഹാഫ എന്നായിരുന്നു. സിദ്ദീഖ് എന്ന പേരില്ല, അത് പിന്നീട് കിട്ടിയ ഒരു സ്ഥാനപ്പേരാണ്. അതിൻ്റെ സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞോ, എൻ്റെ പ്രവാചകൻ പറഞ്ഞോ, അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഞാനത് പൂർണ്ണമായും ഇതാ വിശ്വസിക്കുന്നു. കാരണം ആകാശ ലോകത്ത് നിന്ന് 7 ആകാശവും കടന്ന് അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഒരു മലക്ക് ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്ന് വഹി കൊടുക്കുന്നുണ്ട് എന്ന് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ ആകാശ ലോകത്തേക്ക് അവൻ്റെ റബ്ബ്, ഞങ്ങളുടെ റബ്ബ്, ആ റസൂലിൻ്റെ റബ്ബ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ പൂർണ്ണമായി സത്യപ്പെടുത്തുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകി അബൂബക്കർ ബിൻ അബൂ ഖുഹാഫയെ അബൂബക്കർ സിദ്ദീഖ് എന്ന സത്യസന്ധൻ എന്ന പേര് ചേർത്തുകൊണ്ട് വിളിക്കണമെന്ന് പറഞ്ഞു. ലോകത്ത് ഇന്നും നമ്മളെല്ലാവരും എല്ലാ നാടുകളിലും ആ മഹാനായ സ്വഹാബിയുടെ പേര് പറയുമ്പോൾ അബൂബക്കർ എന്നല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് പറയണം. നമ്മുടെ നാവ് അതിനു വേണ്ടി വഴങ്ങണം. കാരണം അള്ളാഹു തർദിയത്ത് ചെയ്തവരാണ്, റബ്ബ് തൃപ്തിപ്പെട്ടവരാണ്, അള്ളാഹുവിന് അങ്ങോട്ട് തൃപ്തിപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻ. അല്ലാഹു പറഞ്ഞതാ. അതുകൊണ്ട് ഈ സംഭവങ്ങളെ വിശ്വാസികളായ നമ്മളും കേൾക്കണം, പഠിക്കണം. അതിന് ഒന്നാമതായി നമ്മുടെ ഹൃദയത്തിൽ ഉടങ്കൂലമാകേണ്ടത് ഗൈബിലുള്ള വിശ്വാസമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്തിച്ചേരുന്ന ആ കാര്യങ്ങൾ അത് ഗൈബാണ്, അത് വിശ്വസിച്ചേ മതിയാകൂ. സൂറത്ത് യാസീൻ 36-ാമത്തെ അധ്യായമാണ്, പലർക്കും മനഃപ്പാടമുള്ള അധ്യായമാണ്.
അതിലെ 11-ാമത്തെ ആയത്ത് അർത്ഥസഹിതം ഒന്ന് നമ്മൾ ഓതണം. സഹോദരികൾ ഇന്ന് പോയിട്ട് നോക്കണം നമ്മുടെ അമ്മമാരൊക്കെ. എന്താണത്? أعوذ بالله من الشيطان الرجيم إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബോധനം പിൻപറ്റുകയും ഗൈബിയായ അദൃശ്യമായ അവസ്ഥയിൽ പരമകാരുണ്യകനായ ആ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്തവന് മാത്രമാണ് മുഹമ്മദ് നബിയെ ഈ ഖുർആനിൻ്റെ താക്കീതും താങ്കളുടെ വചനങ്ങൾ ഉപകാരപ്പെടുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഹൃദയത്തിൽ എന്ത് ചെയ്യില്ല, അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. തലച്ചോറിൽ അതിൻ്റെ ഡിസ്കറ്റ് പാകപ്പെടൂല. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞത് എന്ത്? ഇയ്യാകും വഅസ്ഹാബുർ റഅയ, നിങ്ങൾ ദീനിൽ ബുദ്ധി കൊണ്ട് അഭിപ്രായം പറയുന്നവരെ നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചോളി, പേടിച്ചോളി. കാരണം ഫഇന്നഹും അദാഉസ് സുന്ന, അവർ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾക്ക് എതിരാണ്. ബുദ്ധി കൊണ്ട് ദീന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ദീനിൽ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ മനപ്പാഠമാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാനുള്ള ഉസൂലുൽ ഹദീസ് എന്ന ഹദീസിൻ്റെ രീതിശാസ്ത്രം അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ അവർ സ്വയം വഴിതെറ്റുകയും മറ്റുള്ളവരെ വഴിതെറ്റിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ഈ താക്കീത് പ്രകാരം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം സ്വഹാബത്തിൻ്റെ ഖൗലായ അസർ അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതാണ് ഞാൻ കേൾപ്പിച്ചത്. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, യഥാർത്ഥത്തിൽ ഉന്നതനായ പ്രതാപശാലിയായ ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിക്കാത്തതൊന്നുമില്ല. കാരണം ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. ആകാശഭൂമണ്ഡലങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് അതിലെ സർവ്വചരാചരങ്ങളെ നിയന്ത്രിച്ച് എല്ലാറ്റിൻ്റെയും അധിപനായ അതീതനായ മാലിക്കുൽ മുലൂക്കായ ആലമുൽ ഗൈബായ അല്ലാഹു തആല പറയുന്നു, ഹാദാ ഖൽഖുല്ലാഹ്, ഇതെല്ലാം പടച്ച് പരിപാലിക്കുന്നവൻ ഞാനാണ്, അല്ലാഹയാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. അതുകൊണ്ട് തന്നെ ഈ സൃഷ്ടിപ്പിൽ ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് വിളിച്ചു തേടുന്ന, പ്രാർത്ഥിക്കുന്ന, സഹായം അഭ്യർത്ഥിക്കുന്ന, നിങ്ങൾ ആരാധനകളും നേർച്ചകളും നിവേദനങ്ങളും സമർപ്പിക്കുന്ന, ഞങ്ങളുടെ വിളി കേട്ട് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കുന്ന ഈ മഹത്തുക്കളോട്, ഈ ശക്തികളോട്, വ്യക്തികളോട് അല്ലാഹു തആല അവരോട് പറയാണ്, ഇത് ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. ഒരാൾക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസനായ, അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാപ്രയാണ യാത്രയും വാനയാത്രയും നടത്തിയെന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമില്ല. മുഅ്മിനീങ്ങളെ, വിശ്വസിച്ചിരിക്കുക. അപ്പോൾ മുസ്ലിമീങ്ങളായ നമ്മളിൽ പല ആളുകളും പറയും ഇസ്രായേൽ ഉണ്ട്, അത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ അത് ശാരീരികമായ റസൂലുള്ളാഹി പോയതാണ്. അത് ശരി. അപ്പോൾ മെഹ്റാജോ? അല്ല, മെഹ്റാജ് റസൂലുള്ള ശാരീരികമല്ല, അവിടെ കിടന്ന് ഉറങ്ങിക്കണ്ട സ്വപ്നം. മുസ്ലിം സമുദായത്തിലെ മതപണ്ഡിതന്മാർ, മതപ്രസ്ഥാനങ്ങൾ പറയുന്ന വാക്കാണിത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ വ്യക്തമായ 1-ാമത്തെ ആയത്തിലൂടെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുകയാണ്, ഇന്നഹു സമീഉൽ ബസീർ. തൻ്റെ പ്രിയപ്പെട്ട ദാസനായ മുഹമ്മദ് നബിയെ, പ്രവാചകനെ, ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിച്ചവനാകുന്നു നിന്റെ റബ്ബ്. എന്നിട്ട് ആ മിഅ്റാജ് യാത്രയെക്കുറിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ 53-ാം അധ്യായം സൂറത്തുൽ നജ്മിന്റെ 11 മുതൽ 18 വരെയുള്ള ആയത്തിലൂടെ പറയുന്നത് സ്വപ്നാണെന്നല്ല. ഖുർആനിൽ തന്നെ പറയുന്നു ഇസ്രാ ശാരീരികമായതുപോലെ മിഅ്റാജും ശാരീരികമാണ്. ഞാൻ വെറുതെ പറയല്ല, വിശുദ്ധ ഖുർആൻ പറയാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മാ കദബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ യറാ വലഖദ് റആഉ നസ്റതൻ ഉഖ്റാ ഇൻദഹാ സിദ്റത്തുൽ മുൻതഹാ ഇന്നഹാ ജന്നത്തുൽ മഅവാ ഇദ് യഅ്ശ സിദ്റത ما يغشى ما زال البصر ما طغى ولقد رآه من آيات ربه الكبرى. വ്യക്തമായി അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം ആ കണ്ട കാഴ്ച അദ്ദേഹത്തിന്റെ ഹൃദയം നിഷേധിച്ചിട്ടില്ല. ഏത് കണ്ട കാഴ്ച? ഇസ്രാ യാത്രയും മിഅ്റാജ് യാത്രയിലും കണ്ട കാര്യങ്ങൾ. അപ്പോൾ സ്വപ്നമല്ല, മിഅ്റാജ് ശരീരം കൊണ്ട് തന്നെ പോയി വന്നതാണ്. മാത്രമല്ല അതിൽ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അതിൽ 18-ാമത്തെ ആയത്തിൽ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ ഖുബ്റാ എന്നാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായും നിന്റെ റബ്ബിൻ്റെ ചില ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹം കാണുകയുണ്ടായി. കണ്ടോ, അവിടെ നദറ എന്നത് കണ്ണുകൊണ്ട് നേർക്ക് കാണുന്ന കാഴ്ചയാണ്. ഇല്ലെങ്കിൽ റോഇയ എന്നാ പറയുന്നത് അല്ലേ. സ്വപ്നമാണെങ്കിൽ അല്ലാഹു തആല പറയേണ്ട വാക്കെന്താണ്? സ്വപ്നമാണെങ്കിൽ അല്ലാഹു തആല പറയുന്നത് ലഖദ് റുഅ്യ എന്നാ പറയുന്നത് അല്ലേ. എന്നാൽ അവിടെ റആ മിൻ ആയാതി റബ്ബിഹിൽ ഖുബ്റാ വ്യക്തമായി കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയായിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി മാത്രമല്ല, അത് ഉമർ ഇബ്നു ഖത്താബ്, അലി റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ്, അനസ് ബിൻ മാലിക്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, ഉമ്മു സലമത റളിയല്ലാഹു അൻഹാ, വഅസ്മാ ബിബി റളിയല്ലാഹു അൻഹാ, രണ്ട് സ്വഹാബ വനിതകളും ഏകദേശം 5-ലേറെ സ്വഹാബികളും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇത് ഇമാം ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദ്, നസാഇ, ഇബ്നു മാജ പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായി വന്നതാണ്. കാരണം ബുഖാരിയിലും മുസ്ലിമിലും വന്നു. സ്വഹീഹ് അല്ലെങ്കിൽ അത് വരില്ല. സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹായ ഹദീസുകളെ മാത്രമേ ഉള്ളൂ. അത് തള്ളപ്പെടേണ്ട ഹദീസില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്വപ്നമാണെന്ന് പറയുന്നവർക്കുള്ള തെളിവ് യഥാർത്ഥത്തിൽ ദുർബലമായ തെളിവാണ്. ഭൂരിപക്ഷ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും അത് അഹ്ലുസുന്നയുടെ ഇജ്മാഅായി പറയുന്നത് ഇസ്രാ മിഅ്റാജ് ശാരീരികം തന്നെയാണ് എന്നാണ്. എന്നാൽ ഇവിടെ പറയാറുള്ളത് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് അത് മിഅ്റാജ് സ്വപ്നമാണ് എന്ന്. യഥാർത്ഥത്തിൽ മിഅ്റാജ് ഇസ്രാ നടക്കുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, മുസ്ലിമാണ്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഖൗല് സ്വീകരിക്കുക? അപ്പോൾ അങ്ങനെ സംഭവം തെളിവില്ല. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന് മുമ്പാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അത് സ്വപ്നമാണ്. കാരണം ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ ഞാൻ ഇശ മുതൽ ഫജ്ർ വരെ ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് ഇവരെടുക്കുന്നത്. സ്വപ്നമാണെങ്കിൽ അല്ലേ കാണുള്ളൂ, ശാരീരികമാണെങ്കിൽ അവിടെ കാണൂലല്ലോ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം അന്ന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി എന്തിനടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് സഹോദരങ്ങളെ? അത് പറ്റില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനാചാരങ്ങൾ ധാരാളമാണ്. മിഅ്റാജ് നോമ്പ് അല്ലേ, മിഅ്റാജ് മൗലിദ്, മിഅ്റാജിൻ്റെ സദ്യ, മിഅ്റാജ് സമ്മേളനങ്ങൾ, മിഅ്റാജ് ദിക്ർ, അതേപോലെ തന്നെ പ്രത്യേകം 12 റക്അത്തും റജബ് 27-ന് എന്താണ് 100 റക്അത്ത് നമസ്കാരവും ഒക്കെ റജബിൽ ഉണ്ട്. അപ്പോൾ ഈ പലതരത്തിലുള്ള അനാചാരങ്ങളും ഇതിലുണ്ട്. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന കേരളത്തിലെ ഇരു സമസ്തക്കാരും അംഗീകരിക്കുന്ന പണ്ഡിതനായ ഷാഫി മദ്ഹബ്, ആ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരിയുടെ മുസന്നഫ്. അദ്ദേഹം പറയുന്നത് ലം യലിദ് ഫീ ഫദ്ലി റജബിൻ വലാ സിയാമിഹി വലാ സിയാമി ഷൈഅൻ മിൻഹു വലാ ഖിയാമിഹി ലൈലത്തൻ മഖ്സൂസ. റജബിൽ പ്രത്യേകമായ സുന്നത്ത് നോമ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ റജബിലെ പ്രത്യേകമായ രാത്രി നമസ്കാരത്തെക്കുറിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫദ്ലായി സ്വഹീഹായി ഒരു റിപ്പോർട്ടും റജബ് മാസത്തിൽ വന്നിട്ടില്ല. വ്യക്തമായി എന്ന് പറയാം. ഷാഫി പണ്ഡിതനായ അബൂ ഷാമ റഹ്മഹുല്ലാഹ് പറയാണ് അൽ ബായിസ് എന്ന ഗ്രന്ഥത്തിൽ മാ സഹഹത്തി ഫദ്ൽ റജബിൻ വലാ സിയാമിഹി
അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉൻ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റജബിന്റെ മഹത്വത്തെ പറ്റി ആ മാസത്തിലെ നോമ്പിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി സ്വഹീഹായി ഒന്നും വന്നിട്ടില്ല. ആര്? ഷാഫി മദ്ഹബിലെ അബൂ ഷാമ അൽ ബാഹിസ് എന്ന ഗ്രന്ഥത്തിൽ പറയാം. അദ്ദേഹം പറയുന്നു വഖദ് റഅയ കറാഹത്തു സൗമി അൻ ജമാഅത്തിൻ മിൻ സ്വഹാബിഹി, എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൽ നിന്ന് ഒരു സംഘം റജബിൽ നോമ്പ് കുറ്റകരമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുന്നത്താണെന്നല്ല. റജബിൽ 27 പ്രത്യേക നോമ്പും അതേപോലെ തന്നെ പ്രത്യേകം കൽപ്പിച്ചുകൊണ്ട് ഏത് ഡേറ്റ് എടുത്താലും റജബിൻ്റെ പ്രത്യേക പോരിശാലം പറഞ്ഞെടുത്താൽ അത് സ്വഹാബത്ത് എന്താണ് കുറ്റകരമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. മിൻഹും അവരിൽ പ്രമുഖന്മാരാണ് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ. അബൂബക്കറും റളിയല്ലാഹു അൻഹു രണ്ട് പ്രഗൽഭരാണ്. ഞാൻ അപ്പുറത്ത് നോക്കണ്ടല്ലോ. വകാന ഉമർ റളിയല്ലാഹു അൻഹു യളിബു ബിദറാത്തി സവാമഹു. ഉമറുടെ ഭരണകാലത്ത് റജബിൽ നോമ്പ് നോക്കുന്ന മനുഷ്യന്മാരെ ചാട്ടവാറ് കൊണ്ട് അടിച്ച് നോമ്പ് മുറിപ്പിക്കാറുണ്ടായിരുന്നു. ഇത് ഷാഫി മദ്ഹബ് പറയുന്നത്. ഇഷ്ടം പോലെ വാർത്തകൾ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. നമുക്ക് വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ ഈമാനെ തലോടി പോകുന്ന വളരെ ഹൃദയസ്പർക്കായ ആ ഇസ്രാ മിഅ്റാജ് യാത്ര ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുക എന്നത് വളരെയധികം അടിസ്ഥാനപരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് ആയിഷ അന്നത്തെ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം, ആ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആ പള്ളിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ് ബൈത്തുൽ ഹറമിലേക്ക്. ബൈത്തുൽ ഹറം എന്ന് പറയുന്ന നമ്മുടെ മസ്ജിദുൽ ഹറമിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ നിന്ന് തൊട്ടുണർത്തുകയാണ്, അവിടുത്തെ നെഞ്ച് പുലർക്കുകയാണ്. അവിടെ നിന്ന് ആ കുട്ടിയായ റസൂലിന്റെ ഹൃദയത്തിൽ നിന്ന് എന്ന ഒരു കറുത്ത വസ്തു നീക്കം ചെയ്ത് ഹൃദയം തുന്നിച്ചേർന്ന സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സീറത്തുൻ നബവിയ എന്ന താരീഖ് റസൂലിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം പുലർന്ന് സംസം വെള്ളത്തിൽ അത് കഴുകി, സ്വർണ്ണ തളികയിൽ വെച്ചുകൊണ്ട് സംസം വെള്ളത്തിൽ കഴുകി വീണ്ടും അത് ശുദ്ധിയാക്കിയിട്ട് തുന്നിച്ചേർത്ത് അവിടെ നിന്ന് ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തിന്റെ മുകളിൽ കയറ്റിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോവുകയാണ്. ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ബുറാഖ് എന്ന് പറയുന്ന വാഹനം എങ്ങനെയാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഭാവനയിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ചില ആളുകൾ ഈ ജാറങ്ങളുടെ നേർച്ചപ്പറമ്പുകളുടെ ഒക്കെ മാർക്കറ്റിൽ നോക്കിയാൽ കാണാം. അവിടെ ഉണ്ടാവും ആദാ ബുറാഖ് റസൂലില്ല. അള്ളാഹു റസൂൽ മിറാജ് പോയ ഇസ്രാ പോയ ബുറാഖാണിത്. ഒരു വെള്ള കുതിര ചിറകൊക്കെ ഉള്ള നല്ല ഭംഗിയായിട്ടുള്ള വാലും ഇതൊക്കെ വെറും ഊഹാപോഹാണ്, ഒരു തെളിവില്ല. അത് വീട്ടിൽ വെച്ചാൽ വർക്കത്തുണ്ടാവും, വലക്കാണ്, ഒരു വർക്കത്തും ഉണ്ടാവില്ല. അങ്ങനത്തെ അന്ധവിശ്വാസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് ബുറാഖിലാണെന്ന് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വഹുവ ദാബത്തുൻ, അത് ഒരു മൃഗമാണ്. വെളുത്ത ഏറ്റവും നീളമുള്ള ഒരു മൃഗമാണ്. അതിന്റെ കണ്ണെത്തുന്ന ദൂരത്ത് അതിന്റെ കാലെത്തുന്നതാണ്, അതിന്റെ കൈയെത്തുന്നതാണ്. അപ്പൊ കൈകാലുകൾക്ക് മുന്നിലും ബാക്കിലുമുള്ള കൈകാലുകളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ കണ്ണെത്തുന്ന ദൂരമാണ്. നമ്മൾ നിരപ്പായ ഒരു ഭൂമിയിൽ നിന്നിട്ട് ഒരു നോക്കണി എത്ര ദൂരം വരെ കാണും അല്ലേ? 1.5 കിലോമീറ്റർ പവറുള്ള മനുഷ്യന്മാർക്ക് കാണും. എങ്കിൽ ഒരു കാല് വെച്ചാൽ 1.5 കിലോമീറ്റർ നമ്മളെ കണക്ക്. ഇത് പ്രകാശവേദക്ക് അപ്പുറത്തെ യാത്രയാണ്, കണക്കൂട്ടാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറയാണ് അത്ര സ്പീഡിലുള്ളതാണ്. എന്നെ അതിന്റെ മുകളിൽ കയറ്റി എന്റെ പിന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നാലെയും വന്നു. ഒരു സ്ഥലത്ത് എന്നോട് ജിബ്രീൽ ഇറങ്ങാൻ പറഞ്ഞു. ഫസല്ലി, എന്നിട്ട് അവൾ നമസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നമസ്കരിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, മുഹമ്മദ് നബിയെ, താങ്കൾ നമസ്കരിച്ച ഈ സ്ഥലം ഏതാണെന്ന് അറിയുമോ? അതിന് എനിക്കറിയില്ല ജിബ്രീല്. അങ്ങനെ വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം മൗനം പാലിച്ച് യാത്ര തുടർന്നു. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വീണ്ടും ഇറങ്ങാൻ പറഞ്ഞു. അവിടെ വെച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെയും വെച്ചുകൊണ്ട് നമസ്കരിച്ചു.
അപ്പോഴും ഇവിടെ ചോദിച്ചു, എന്ത് താങ്കൾക്കറിയുമോ നമസ്കരിച്ച സ്ഥലം ഏതാണ്? അവിടുന്ന് പറഞ്ഞു, മാതിരി എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് തൂരിസീന പർവ്വതത്തിന് മുകളിൽ വെച്ച് നമസ്കരിച്ചു. അതേപോലെ തന്നെ വീണ്ടും ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി നമസ്കരിച്ചു 2 റക്അത്ത്. അവിടുന്ന് ചോദിച്ചു, താങ്കൾ നിസ്കരിച്ച സ്ഥലം ഏതാണെന്ന് അറിയുമോ? മാതിരി എനിക്കറിയില്ല നബിയെ. അവിടുന്ന് മദീന. അങ്ങനെ മദീനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ 4 സ്ഥലത്ത് വെച്ച് ഈ യാത്രക്കിടയിൽ ആദ്യമായി എന്ത് ചെയ്തു? ഈ 2 വീതം സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചു. ഇൻഷാ അല്ലാഹ് അത് രണ്ടാമത്തെ ഖുത്ബയിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗൈബിയായ കാര്യത്തെ വഹയിലൂടെ വന്നതിനെ 100% ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ വജഹിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആ പ്രമാണങ്ങളെ നാം ആദരിക്കുകയും അതിലൂടെ നമ്മൾ ഈമാൻ സ്വരൂപിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ നിയമാവലികളെയും ആ റബ്ബിനെയും സൂക്ഷിക്കണമെന്ന്, ഭയപ്പെട്ട് ജീവിക്കണമെന്ന് പരസ്പരം ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിയ 4 സ്ഥലങ്ങൾ ഏതാണ്? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുത്തു, സ്വല്ലൈതു ഫി തൗബ. നബിയെ, താങ്കൾ നമസ്കരിച്ചത് ത്വയ്ബയിലാണ്. ഏതാണ് ഈ ത്വയ്ബ എന്ന് പറഞ്ഞാൽ? വഇലൈഹിൽ മുഹാജിർ. താങ്കൾക്ക് ഇനി ഒരു കാലത്ത് ഹിജ്റ പോകാനുള്ള സ്ഥലമാണ്. അതേതാ? മദീന. അപ്പോൾ മദീനയിൽ വെച്ചാണ് ആദ്യത്തെ 2 റക്അത്ത് നമസ്കാരം. പിന്നെ ഇറങ്ങി നമസ്കരിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? അതാണ് തൂരിസീന മല. അതേതാ തൂരിസീന എന്ന് പറഞ്ഞാൽ? അത് ഹൈസു കല്ലമല്ലാഹു മൂസ അസ്സവജൽ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുമായി സംസാരിച്ച ആ മലയാണ്. അവിടെ 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞു. പിന്നെ പോയി നമസ്കരിച്ച സ്ഥലം സ്വല്ലൈതു ബിമദിയന. മദിയൻ എന്ന സ്ഥലത്താണ്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ടും നമസ്കരിച്ചു. അതെന്താണ്? ഇന്ദ ഷജറത്തി മൂസ അലൈഹിസ്സലാം അല്ലാഹുമായി സംസാരിച്ച സ്ഥലമാണ്. അപ്പോൾ ഈ റബ്ബിൻ്റെ സാന്നിധ്യമുള്ളിടത്തെല്ലാം സുജൂദ് ചെയ്ത് തിരിച്ചവിടെ നിന്ന് അങ്ങോട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കൊണ്ടുപോവുകയാണ്. ഈ യാത്രക്കിടയിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഗുണപാഠമുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, പിന്നെ നമുക്ക് ജീവിതത്തിൽ വളരെയധികം പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന്, ദുർബോധനം, മറ്റുള്ള ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയുള്ള അനവധി ദിക്റുകളുടെ കൂട്ടത്തിലൊരു ദിക്റാണ് മെഹറാജ് യാത്രയിൽ, ഇസ്രാ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തത്. പിശാച് പിന്നാലെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ തീപ്പന്തം കെട്ടുപോകാനും അവൻ്റെ ഉപദ്രവത്തിൽ രക്ഷപ്പെടാനും വേണ്ടി അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നാൽ ഇന്ന് നമ്മളെ പിന്നാലെ തീപ്പന്തമായിട്ട് ശൈത്താൻ ഓടുന്നതോ ശൈത്താൻ നമ്മളെ കാല് വെച്ച് തള്ളിയിടോ എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഹാജറാകുക, മറ്റാകുക എന്നുള്ള അങ്ങനെ ചെയ്തിരുന്നതില്ല. അതെല്ലാം ഗൈബാണ്. വഹീയിലൂടെ റസൂൽ പറഞ്ഞ് നമ്മൾ കേട്ടു വിശ്വസിച്ചു. എന്നാൽ നമുക്ക് ഇനി ദുർബോധനവും മറ്റു ഉപദ്രവങ്ങളും ഇല്ലാതിരിക്കാൻ നമ്മൾ ആ ദിക്ർ ചൊല്ലിയാൽ മതി. അല്ലാതെ അതിൻ്റെ പിന്നാലെ പോയിട്ട് എങ്ങനെ ഇപ്പോൾ തീപ്പന്തം, എങ്ങനെ പോകും പാറി വരില്ല, ഇതാണ് നമ്മളെ സ്വഭാവം. അതാണ് മാറ്റി വെക്കുക. വളഞ്ഞ ബുദ്ധി, കുറിച്ചു ബുദ്ധി മാറ്റി വെച്ച് പ്രമാണത്തിലേക്കാണ് വരിക. അവിടെ എന്താ ഉള്ളത്? التي لا يجاوزهن برا ولا فاجرا من شر ما ينزل من السماء ومن شر ما يعرج فيها ومن شر فتنة الليل والنهار ومن شر طوارق الليل والنهار إلا طارقا يطرق بخير الرحمن എന്ന് പറഞ്ഞ ഈ ദുആ വളരെയധികം ഉപകാരപ്രദമാണ്. ആപ്പുകളിൽ നോക്കുക, അർത്ഥം പഠിക്കുക, പകർത്താനും പഠിക്കാനും ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ത്വയ്ബയിലും തൂരിസീനയിലും മദിയനിലും അതേപോലെ തന്നെ ഒരു സ്ഥലം കൂടെ ഉണ്ട്, ബത്ലഹേം. എന്താ ബത്ലഹേമിൻ്റെ പ്രത്യേകത? അത് ബത്ലഹേം എന്ന് പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. അവിടെ എല്ലാം നമസ്കരിച്ചു, 4 സ്ഥലങ്ങൾ നമസ്കരിച്ചു. അങ്ങനെ ഈ തീ കൊണ്ടുള്ള ഏറും അതിനുള്ള കെട്ടുപോകലും ആ ദിക്റും പഠിച്ചു. അവിടുന്ന് വീണ്ടും പോയപ്പോൾ
ഒരു പ്രായമുള്ള ഒരു പടുവൃതയായ പെണ്ണിനെങ്ങനെ യാത്രയിൽ കണ്ടു. മഹാദായ ജിബ്രീൽ ഇതെന്താന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, സിർയ മുഹമ്മദ് നബിയെ, താങ്കൾ വേഗം യാത്ര തുടരുക. പിന്നെ പറയാൻ വരി നേരല്ല. അങ്ങനെ ഫസാറ മാഷാ അല്ലാഹു യസീറ, അല്ല കണക്കാക്കി അത്ര ഞാൻ വീണ്ടും യാത്ര ചെയ്തു ഖുറാക്കിൽ. ഫൈദാ ശൈഉൻ യദഉ മുതലഫിഅത്തുൻ അനി ത്വരീഖി, ആ വഴിയിൽ വെച്ചുകൊണ്ട് ഒരു ശബ്ദം ഞാനിങ്ങനെ കേട്ടു. ഒരു നിലവിളി ശബ്ദമാണ്, വല്ലാത്തൊരു വിഷമമുള്ള ശബ്ദമാണ്. യഖൂലു, ആ ശബ്ദം ഇങ്ങനെ പറഞ്ഞു, ഹലുമ്മയാ മുഹമ്മദ്, ഹലുമ്മയാ മുഹമ്മദ്, മുഹമ്മദേ മുഹമ്മദേ മുഹമ്മദേ, വരൂ 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 എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ശബ്ദം കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞ് അങ്ങോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, സിറിയ മുഹമ്മദ്, മുഹമ്മദ് നബിയെ യാത്ര തുടരുക ധൃതിയിൽ. സുമ്മ ലഖീതു ഖൽഖഹു മിൻ ഖലാഇഖി, പിന്നീട് ഞാൻ ചെന്നപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ സൃഷ്ടികൾ ഇങ്ങനെ ഒരു ഭാഗത്തൊരു സംഘത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരെന്നെ കണ്ടപ്പോൾ അസ്സലാമു അലൈക യാ അവ്വലു, അസ്സലാമു അലൈക യാ ആഖിറു, അസ്സലാമു അലൈക യാ ഹാശിറു, അങ്ങനെ സലാം ചൊല്ലിക്കൊണ്ട് അവ്വലു ആഖിറു ഹാശിറു എന്ന ഒരു പ്രത്യേക സ്ഥാനം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അറുദ്ദുസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു സലാം അടക്കിക്കോളിയാൽ. ആ വിളിച്ചു പറഞ്ഞ മുഴുവൻ സംഘത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചങ്ങോട്ട് സലാം ചൊല്ലി. യഥാർത്ഥത്തിൽ അല്ലാഹ് അസ്സലാമു അലൈക അവ്വലു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ആദ്യമായി ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നവരെ, അത് സഹിയാണ്. അസ്സലാമു അലൈക യാ ആഖിർ എന്ന് പറഞ്ഞാൽ ആ പ്രവാചക ശൃംഖലയിലെ ഖാത്തമുൻ നബിയാണ്, ആ അവസാനത്തെ റസൂൽ എന്ന അർത്ഥത്തിലാണ് അസ്സലാം. അസ്സലാമു അലൈക യാ ഹാശിർ എന്ന് പറഞ്ഞാലോ അത് തഖ്വയിലേക്കും ഭക്തിയിലേക്കും ജനങ്ങളെ മുഴുവൻ ക്ഷണിക്കുവാൻ വന്ന പ്രവാചകൻ എന്ന ഉദ്ദേശത്തിലാണ്. അങ്ങനെ ഈ സലാം അടക്കി ആരായിരുന്നു അവർ? അത് അമ്പിയാക്കന്മാരായിരുന്നു, മുർസലുകളായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ അവിടെ ബുറാക്കിനെ ആ കൊമ്പിൽ ആ ചങ്ങലയിൽ ബന്ധിക്കുകയാണ്. അവിടെ നിന്ന് പിന്നീട് ഈ 1.25 ലക്ഷം പ്രവാചകന്മാർക്ക് ഇമാമായി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ നബി, ലോകത്തിൻ്റെ നബി നമസ്കരിച്ചു. മുഅ്മിനീങ്ങളെ ആലോചിച്ച് നോക്കിങ്ങൾ, എങ്ങനെ 1.25 ലക്ഷം പ്രവാചകന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ആ യാത്രയും കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞ് അവിടെ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിച്ചു. മലക്കുകളോട് സലാം ചൊല്ലി അവിടെ നിന്ന് പിരിഞ്ഞു. പിന്നെ തമ്മിൽ യാതൊരു സംഭാഷണങ്ങളുമില്ല. പിന്നീട് അവിടെ നിന്ന് ആകാശ ലോകത്തേക്ക് ഉയരുന്നതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഖുതുബയിൽ അത് വളരെ ഭംഗിയായി അത് പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് വിശദീകരിക്കണം. ധാരാളം സന്തോഷകരമായ അത്ഭുതകരമായ നമ്മുടെ ഹൃദയത്തിന് ഈമാനികമായ ആവേശമുണ്ടാക്കുന്ന പല കൗതുകകരമായ കാഴ്ചകളും വിശദീകരണങ്ങളും രംഗങ്ങളും ഒരു ചലച്ചിത്രം കാണുന്നത് പോലെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കേൾക്കാൻ അടുത്ത ഖുതുബക്ക് നേരത്തെ വരെയല്ല. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല അവരുടെ പാപങ്ങൾ പുറത്തുവരുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള എല്ലാ വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദൂരീകരിച്ചിരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് മരണം വരെ പ്രമാണങ്ങളിൽ നിശ്ചിതമായി ജീവിക്കാൻ, ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഹറാമുകളിൽ നിന്നും വലിയ അക്ബറുൽ കബായിറാകുന്ന വൻ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരവും നോമ്പും സക്കാത്തും സദഖകളും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഈ റജബിൻ്റെ മഹത്വം 4 മാസങ്ങളിൽ പവിത്രമായൊരു മാസമാണ് എന്നതിനപ്പുറം അതിൽ പ്രത്യേക നമസ്കാരങ്ങളോ സുന്നത്തുകളോ നോമ്പോ ദിക്റുകളോ പ്രത്യേകമായ ഒന്നുമില്ല. എന്നാൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതും ഹറാമുകൾ കൈയൊഴിക്കേണ്ടതുമായ മാസം തന്നെയാണ്. ആ അർത്ഥത്തിൽ അതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും ബിദ്അത്ത് കൈയൊഴിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള എല്ലാ ഹറാമായ ഇടപാടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും അതല്ലാത്ത മറ്റുള്ള എല്ലാ മേഖലയും സംഭവിച്ചതെല്ലാം അല്ലാഹു നമുക്ക് വിട്ടുപുറത്തുമാറാകട്ടെ. ഈ മാസത്തിൽ പരമാവധി തെറ്റുകൾ കുറച്ച് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ചെയ്യുകയാണെങ്കിൽ വലിയ പാപങ്ങളിലേക്കോ വലിയ തിന്മകളിലേക്കോ പോകാതിരിക്കുക. അത് ചെയ്യാനൊരു എക്സ്റ്റംഷനോ ഇളവോ അല്ല കേട്ടോ. പറയാം, തെറ്റുകളിൽ നിന്ന് മറ്റു മാസങ്ങളിൽ വിട്ടു നിൽക്കേണ്ട പ്രധാനപ്പെട്ട 4 മാസമാണ്. മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന പാപത്തേക്കാൾ വലിയ കുറ്റമാണ്, ശിക്ഷയാണ് ഈ മാസത്തിൽ പാപം ചെയ്യാൻ. ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികളെ ഖബറും അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات
اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. وصلى الله وسلم تسليما كثيرا. أقم الصلاة.